ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 69 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ അഷ്ടോത്തരങ്ങളിൽ ഓരോ നാമങ്ങളും 108 പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്തമനസ്സുകളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നന്മയും അമ്മ നൽകുന്നതാണ്. അമ്മയുടെ തിരുനാമത്തോടൊപ്പം ഭഗവാന്റെ തിരുനാമവും 5 തവണ ജപിച്ചതിന് ശേഷമാണ് നാം ആ ഭഗവതിയുടെ ലോകപാലകയായിട്ടുള്ള വിശ്വജനന്യായിട്ടുള്ള ആ അമ്മയുടെ തിരുനാമം ജപിക്കുന്നത്. ലോക നന്മയ്ക്കായിട്ട് ഈ സമൂഹത്തിലെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ 108 ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞത്തിൽ പങ്കാളികളാകാൻ സാധിച്ച എല്ലാവരെയും അമ്മ നിറഞ്ഞ് കവിഞ്ഞ് അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒന്നാമത്തെ ദിവസത്തെ ഉപാസന തൊട്ട് ഇതിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ, അമ്മമാർ എല്ലാവരുമുണ്ട്. അപ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഈ 108 ദിവസത്തിന് ശേഷം, ഉപാസനയ്ക്ക് ശേഷം ഉണ്ടാവുന്നതാണ്. മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ ഉപാസിക്കാൻ ആരംഭിക്കുന്ന ദിവസം അദ്ദേഹത്തിന് ശരീരം മുഴുവൻ വാതരോഗം കൊണ്ട് ചുളുചുളാ കുത്തുന്ന വേദനയോടുകൂടിയാണ് അദ്ദേഹം ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാരായണീയം രചിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ ആ 100ാമത്തെ ദശകം എഴുതുന്ന ദിവസം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇത്രയും ദിവസത്തെ ആ വാതരോഗത്തിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ 100ാമത്തെ ദിവസം ആ 100ാമത്തെ ദശകം എഴുതിയ സമയത്താണ് ആ ശ്രീലകത്ത് നിന്നും സാക്ഷാൽ ആ ഭഗവാനെ അഗ്രേ പശ്യാമി, അതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെ ആ നമുക്ക് ജപം അല്ലെങ്കിൽ ആ ഉപാസനയുടെ ഒരു ബലം അല്ലെങ്കിൽ ആ ഒരു ഭക്തിയുടെ ആ ഒരു ഉറപ്പ് എത്രമാത്രമുണ്ടെന്ന് കണ്ടാലാണ് ഭഗവാൻ നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നത്. അല്ലാതെ 1-2 ദിവസത്തെ അല്ലെ 10-20 ദിവസത്തെ ഉപാസന കൊണ്ടല്ല. അപ്പോൾ പടിപടിയായിട്ട് ആ അമ്മയുടെ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള ഒരു തുടക്കം മാത്രമാണ്. ഇത് നിത്യജീവിതത്തിൽ എന്നും നാം ഈ ഉപാസന കൊണ്ടുപോകണം. നമുക്കൊരു കൈത്താങ്ങായിട്ട് എപ്പോഴും ആ ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഉപാസനയ്ക്കുള്ള ഒരു ഭാഗ്യവും അനുഗ്രഹവും കിട്ടിയ ധാരാളം അമ്മമാർ നമ്മുടെ ഈ വൈഷ്ണവ സുദർശനത്തിൽ തുടക്കം മുതൽ തന്നെ കാണുന്നുണ്ട്. ഈ ജപം കേൾക്കുന്നുണ്ട്. ഈ ജപം കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതാണ്. ഇനി ജപിക്കുന്നവർക്കും ഇതോടൊപ്പം ജപിക്കുന്ന ധാരാളം അമ്മമാരും സഹോദരി സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം ലിഖിത ജപം ചെയ്യുന്ന എല്ലാവരുടെയും പേരൊക്കെ എനിക്കിപ്പം ഈ കമൻറ്റിൽ വായിക്കുമ്പോൾ അങ്ങനെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കുറേ അമ്മമാരുണ്ട്, കുറേ സഹോദരന്മാരുണ്ട്. എനിക്കിപ്പോൾ എല്ലാവരുടെയും പേര് കാണാപ്പാടാണ്. എല്ലാവരുടെയും ആ ഒരു പേരും അവരുടെ ചിലർ വീട്ടുപേര് കാണും അതിൻ്റെ അകത്ത്, ചിലർ പേര് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പേരൊക്കെ ഇപ്പം കാണാപ്പാടമാണ്. അതെല്ലാം ഞാൻ ഈ അമ്മയുടെ തിരുമുമ്പിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ലിഖിത ജപം ചെയ്യുന്ന, കമൻ്റായിട്ട് ലിഖിത ജപം ചെയ്യുന്നവർക്കും എല്ലാവർക്കും അതിൻ്റെ അമ്മ അനുഗ്രഹിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്ന് ജപിക്കാൻ പോകുന്ന അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം വിശ്വജനന്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. ഓം വിശ്വജനന്യേ നമഃ എന്നുള്ള തിരുനാമം. അപ്പം അതായത് ഈ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ ലോകം, ഈ പ്രപഞ്ചം, അതായത് ഈ 7-14 ലോകങ്ങളെയും ജനിക്കുന്നത് അല്ലെങ്കിൽ ജനിപ്പിക്കുന്നത് അമ്മയിൽ നിന്നാണ്.
അതുകൊണ്ടാണ് അമ്മയെ വിശ്വജനന്യേ നമഃ എന്നുള്ള തിരുനാമം കൊണ്ട് ദേവന്മാർ പൂജിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭക്തിയോടുകൂടി അമ്മയെ ഹൃദയകമലങ്ങൾ കുടിയിരുത്തിക്കൊണ്ട് ജപം ആരംഭിക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം വിശ്വജനന്യേ 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 നമഃ. ഓം
വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം വിശ്വജനന്യേ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും നല്ലൊരു ജീവിതം അമ്മ ലക്ഷ്മീ ദേവിയും ഭഗവാൻ മഹാവിഷ്ണുവും ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസമായി തീരട്ടെ, സന്തോഷമുള്ള ആനന്ദം നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.